സർ, നമുക്കറിയാം ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ പൊതുസമൂഹത്തിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്, പാർട്ടിയോട് കാണിക്കേണ്ടുന്ന ചില കൂറുമുണ്ട്. ഇത് രണ്ടും തെറ്റിച്ച ഒരു വ്യക്തിയാണ് ജി സുധാകരൻ. സുധാകരൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല. അദ്ദേഹം അത് വീണ്ടും മാറ്റി പറഞ്ഞു. അത് പാർട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒടുവിൽ കേസ് എടുക്കണോ വേണ്ടയോ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു ആശയക്കുഴപ്പത്തിലേക്ക് നമ്മുടെ പോലീസിനെ പോലും എത്തിക്കുന്ന ഒരു സാഹചര്യം. ഒരു രാഷ്ട്രീയ നേതാവ് നടത്തുന്ന ചില തുറന്നു പറച്ചിലുകൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് എന്താണെന്ന് തിരിച്ചറിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM അനുഭവിക്കുന്നത്? തീർച്ചയായിട്ടും ശ്രീ ജി സുധാകരൻ ഇപ്പോ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് സമൂഹത്തിനോട് പറയാനും സമ്മതിക്കാനും ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയുടെ എല്ലാ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ ചെന്ന് കാണും. അപ്പൊ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് വാർത്തകൾ കിട്ടണം. അപ്പൊ ആ ശ്രദ്ധ ഉണ്ടാകുന്നതിന് വേണ്ടി പഴയകാല സംഭവങ്ങളിലേക്ക് ചിലപ്പോൾ അദ്ദേഹം അതിന്റെ ശ്രദ്ധ കൊണ്ടുവരും. അപ്പൊ അത് അദ്ദേഹം മറുപടി പറയും. അത് വാർത്തയാകുന്നു, വിവാദമാകുന്നു എന്നുള്ളതാണ്. അതിലൂടെ അദ്ദേഹം പാർട്ടിയുടെ സമുന്നതമായ സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഇപ്പോഴും തുടരുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ. അപ്പോ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിൽ കൃത്രിമം കാണിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് യൂണിയൻ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ സത്യമാണ്. ഞാനും ആ കാലത്ത് 1989 ഡിവൈഎഫ്ഐയുടെ നേതാവും CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്നു. അപ്പോ 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തിന്റെ കാലമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പൊ അത് പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ കേസ് വരുന്നു, അത് വാർത്ത ഈ രൂപത്തിൽ വെളിയിൽ പോകുന്നു. ഒരുപക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചു കാണത്തില്ല. മാധ്യമങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ചിലപ്പോ അത് കേട്ടിരുന്ന ആളുകൾ ഫോണിലൂടെ എടുത്ത് പുറത്തു കൊണ്ടുവന്നതാണോ എന്നങ്ങനെ പല കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും പറഞ്ഞ കാര്യം സത്യമാണ്. പക്ഷെ അത് വിവാദമാകും, കേസാകും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തൽക്കാലം അത് മാറ്റി പറയാൻ നിർബന്ധിതമായത്. എന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കാൻ അദ്ദേഹത്തെ പ്രതിയാക്കി കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് എത്രമാത്രം എല്ലാം നിലനിൽക്കും, അതിന്റെ ഭാവിയിൽ കേസിന്റെ വിധി എന്താകും, തീരുമാനം എന്താകും എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഇതൊരു CPMനെ സംബന്ധിച്ചുള്ള പുതിയ ഒരു കാര്യമല്ല. കേരളത്തിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ട് ചെയ്യുക എന്നുള്ളത് അത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ അത് CPM ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അത് രാഷ്ട്രീയ എതിരാളികൾ പലവട്ടം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളായ UDFകാരും കോൺഗ്രസ്സുകാരും എല്ലാം മാന്യന്മാരാണ്. അവരാരും കള്ളവോട്ട് ചെയ്യത്തില്ല. അവർ യഥാർത്ഥ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവരെല്ലാം പുണ്യവാളന്മാരാണെന്ന് അഭിപ്രായം എനിക്കില്ല. അതിനെപ്പറ്റി ഞാൻ രണ്ടാമത് പറയാം. എന്തായാലും CPM അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ആവിർഭാവ കാലം മുതൽ തന്നെ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം അവർ കള്ളവോട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ 3 തരത്തിലുള്ള മണ്ഡലങ്ങളാണ്. ഒന്ന് CPMന്റെ സംഘടനയും UDFന്റെ ആയിരുന്നു. 100% ജയിക്കുന്ന സീറ്റുകളുണ്ട് CPM. ഇപ്പൊ കണ്ണൂർ ജില്ലയിലടക്കം കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ CPM ഉറപ്പായിട്ട് ജയിക്കുന്നതാണ്. ഏത് കുറ്റിച്ചൂരിൽ നിർത്തിയാലും ജയിക്കുന്ന സീറ്റുകൾ എന്നർത്ഥം. അങ്ങനെ ഉറപ്പായും ജയിക്കുന്ന സീറ്റുകൾ. എത്ര പരിശ്രമിച്ചാലും, എത്ര കള്ളവോട്ട് ചെയ്താലും, എത്ര മാത്രം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാലും ജയിക്കാത്ത സീറ്റുകൾ, ഇപ്പോഴും LDF ജയിക്കാത്ത സീറ്റുകൾ കേരളത്തിലുണ്ട്. അപ്പൊ ഉണ്ട് അത്തരം സീറ്റുകൾ. മൂന്നാമത്തെ സീറ്റുകളാണ് പ്രധാനം. 1 മുതൽ 5000 വരെ ലീഡ് ലഭിക്കുന്ന ആ മണ്ഡലങ്ങൾ. ചിലപ്പോൾ ആ മണ്ഡലങ്ങളിൽ തോക്കുകയും ചെയ്യാം, ജയിക്കുകയും ചെയ്യും. ചിലപ്പോൾ UDF ആയിരിക്കും ജയിക്കുന്ന ആ മണ്ഡലങ്ങളിൽ, ചിലപ്പോൾ LDF ആയിരിക്കും ജയിക്കുന്നത്. അപ്പൊ LDFനും UDFനും ജയിക്കാവുന്ന ജയസാധ്യതയുള്ള മണ്ഡലം, ഉറപ്പായ മണ്ഡലമല്ല, ജയസാധ്യതയുള്ള, പരാജയപ്പെടുകയും ചെയ്യാം, ജയിക്കുകയും ചെയ്യും. ഇത്തരം മണ്ഡലങ്ങളിൽ നിങ്ങൾക്കറിയാം, 1 വോട്ടിന് 2 വോട്ടിന് 5000-ൽ താഴെ വോട്ടിനൊക്കെ ജയിച്ച അനേക മണ്ഡലങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. ഈ മണ്ഡലങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും CPM നോട്ട് ചെയ്യാറുണ്ട്.
ഉറപ്പായും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ അധികം കള്ളവോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം 15,000 25,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ചില മണ്ഡലങ്ങളുണ്ട്. അല്ലാത്തതിൽ 100% മലപ്പുറം പോലെയുള്ള ചില ജില്ലകളിൽ ലീഗിന്റെ കോട്ടകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM എന്ത് തലകുത്തി നിന്നാലും തൂക്കുന്ന മണ്ഡലമുണ്ട്. അവിടെ അത്തരം ഹാർഡ് വർക്ക് അവർ ചെയ്യത്തില്ല, അത്രയും വലിയ സാഹസ്യമായ കള്ളവോട്ട് അവർ ചെയ്യത്തില്ല. അല്ലാത്ത മണ്ഡലങ്ങളിൽ സാധ്യത കുറഞ്ഞതും ജയിക്കാൻ സാധ്യതയുള്ളതുമായ മണ്ഡലങ്ങളിൽ 1 മുതൽ 5,000 വരെയുള്ള വോട്ടുള്ള എല്ലാ മണ്ഡലങ്ങളും നേരത്തെ തന്നെ പാർട്ടി തീരുമാനിക്കും അവിടെ നമുക്ക് ഇത്തവണ ജയിക്കണം. അതിന് ജയിക്കാൻ വേണ്ടിയുള്ള ഇലക്ഷൻ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഇത്ര വോട്ട് കൃത്യമായി ചെയ്യണം. അതിനെ പാർട്ടി കള്ളവോട്ടെന്നല്ല പറയുന്നത്, ജനാധിപത്യ വോട്ടെന്നാണ്. എന്ന് വെച്ചാൽ അതാണ് കറക്റ്റ് വോട്ട്. അപ്പൊ ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് എത്ര വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കും. ഒരു ബൂത്തിൽ ഏറ്റവും കുറഞ്ഞത് 20, 25 മുതൽ 100 വരെയുള്ള വോട്ടുകൾ നമ്മൾ ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഏതാണ്ട് 200-ൽ താഴെ അല്ലെങ്കിൽ 200-നടുത്ത് ബൂത്തുകളാണുള്ളത്. ഒരു ബൂത്തിൽ 20 വോട്ട് വീതം ചെയ്യാൻ നമുക്കറിയാം ഏതാണ്ട് 4,000-ന് മേളിൽ വോട്ട്. 25 ആണെങ്കിൽ 5,000-നടുത്ത് വോട്ട് കള്ളവോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ആ ബൂത്തുകളിലെ വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം നേരത്തെ തന്നെ തീരുമാനിക്കും. ആ തീരുമാനിച്ച് വോട്ട് ചെയ്യുന്ന വോട്ടർ പട്ടിക ആദ്യം പഠിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥലത്തില്ലാത്ത ആളുകൾ, മരിച്ചുപോയ ആളുകൾ, ഇവിടെ ലിസ്റ്റ് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പാർട്ടി എടുത്തു. ആ വോട്ടുകൾ ആരൊക്കെ ചെയ്യണം എന്ന് DYFI അതുപോലെ പാർട്ടിയിലൊക്കെ നല്ല ഉശിരന്മാരാണ്. അത്യാവശ്യം കള്ളവോട്ട് ധൈര്യത്തോടു കൂടി വോട്ടർ പോളിംഗ് സ്റ്റേഷനകത്ത് കയറി ഈ കൃത്യം നിർവഹിച്ചിട്ട് ഒരു ഭയവും ഇല്ലാതെ ഇറങ്ങി വരാൻ ധൈര്യമുള്ള ആളുകളെ സെലക്ട് ചെയ്യും. അത് ആ പോലീസ് ഒന്ന് പിടിച്ചാൽ തന്നെ അല്പനേരം അവിടെ മാറി നിന്ന് അതൊന്നും ഒരു നാണക്കേടായി കരുതാത്ത ആളുകളെയൊക്കെ നേരത്തെ തീരുമാനിച്ച് ഓരോ പോളിംഗ് ബൂത്തിലും വോട്ട് ചെയ്യേണ്ടവർ ആരാണ് തീരുമാനിക്കും. ഈ വോട്ടുകൾ അതിരാവിലെ തന്നെ ആദ്യത്തെ മണിക്കൂറിനുള്ളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തിരിക്കും. ഇങ്ങനെയുള്ള ആ വോട്ടർമാരായിട്ടുള്ള വോട്ട് ചെയ്യാൻ പോകുന്ന, കള്ളവോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഷയെ പറഞ്ഞാൽ ജനാധിപത്യ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ ആ ബൂത്തിൽ മാത്രമല്ല അവർക്ക് അതിന് ശേഷി കൂടുതലുണ്ടെങ്കിൽ അവരെ മറ്റു ബൂത്തുകളിലും ഉപയോഗപ്പെടുത്തും. അപ്പൊ ടെലിഫോൺ ചെയ്തോ മറ്റൊരു രൂപത്തിൽ ഇന്ന ബൂത്തുകളിൽ നിങ്ങൾ ചെയ്യണം, അവിടെ വോട്ട് ചെയ്യാനുണ്ടെന്ന് പറയും. അപ്പോ നമ്മുടെ കയ്യിലെല്ലാം മഷി ഉണ്ടാവും. നിങ്ങൾക്കറിയാം കയ്യിലെ മഷി ഉണ്ടാകുന്ന വെച്ചാൽ ആ മഷി പുരളാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ വിരലിൽ പതിയായിരിക്കാൻ വേണ്ടി പ്രവർത്തകർ പല ആളുകളും കള്ളവോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ കയ്യിൽ അല്പം എണ്ണമയം അവർ തൂത്തിട്ടാണ് അകത്ത് കയറുന്നത്. മഷി പതിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മുണ്ടിലേക്ക് ഇവര് അങ്ങ് മായ്ക്കും. അത് കഴിഞ്ഞ് വെളിയിലിറങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ 21,000 ബൂത്തുകൾ ഉണ്ട് മൊത്തം ഇപ്പൊ നിലവിൽ. ഈ 21,000 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോളിംഗ് സ്റ്റേഷനുകളിലും വെളിയിൽ ഏജന്റുമാരിയിരിക്കുന്ന പോളിംഗ് ഏജന്റുമാരിയിരിക്കുന്ന സ്ഥലം പന്തൽ കെട്ടിയിരിക്കുന്നുണ്ട്. അവിടെ ബൂത്ത് ആ പ്രവർത്തകരുടെ കയ്യിൽ സാമാന്യം തെരഞ്ഞെടുപ്പിനുള്ള പൈസ ഉണ്ടാവും, എന്തെങ്കിലും ചാപ്പട കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള പൈസ ഉണ്ടാവും, ചെലവിനുള്ള പൈസ ഉണ്ടാവും. ഇതുകൂടാതെ വോട്ടർ പെട്ടി ഉണ്ടാവും, പേനയുണ്ടാവും. ഇതുകൂടാതെ മൂന്നാമതൊരു വസ്തുതയുണ്ട്. ആ വസ്തു എന്ന് പറയുന്നത് ഈ വിരലിൽ നമ്മുടെ മഷി അടയാളം തൂക്കാനുള്ള ഒരു പ്രത്യേക അത് എറണാകുളത്ത് നിന്നാണ് കൊണ്ടുവരുന്നത് ഒരു വസ്തുവാണ്. അപ്പൊ അത് ഒരു ചെറിയ നമ്മുടെ സെന്റ് കുപ്പി പോലെ അല്ലെങ്കിൽ ചെറിയൊരു കുപ്പിക്കകത്താണ് അത് കൊണ്ടുവരുന്നത്. അത് എറണാകുളത്ത് നിന്നാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു CI2ന്റെ നേതാവാണ് അത് ഈ കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓരോ നിയോജക മണ്ഡലത്തിലെ ഓരോ ജില്ലയിലെയും പ്രധാനപ്പെട്ട പ്രവർത്തകർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ ചേർന്ന് ആ സാധനം വാങ്ങിക്കൊണ്ടുവരികയാണ്. അപ്പൊ അത് പുരട്ടി കഴിയുമ്പോൾ നമ്മുടെ ഈ മഷീനിലോട്ട് പുരട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു പോകും. ഇതും ഉണ്ടാവും, പഞ്ഞി തുടയ്ക്കാനുള്ള പഞ്ഞി ഉണ്ടാവും. അപ്പൊ ഒരു കെമിക്കലാണ്. ഈ കെമിക്കല് എറണാകുളത്തെ ഒരു ഫാക്ടറിയിൽ എന്തോ ആവശ്യത്തിന് തയ്യാറാക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് മഷിയും മാറി. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ CPI ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഷി ഇപ്പൊ പഴയ പോലെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പോഴും 2, 3, 4, 5 വോട്ടൊക്കെ ചെയ്യും. അതിന് ഈ മഷി അവർ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ ഈ നിലയിൽ ഏതാണ്ട് 1 മുതൽ 5,000 വരെയുള്ള വോട്ടുകൾ അവര് നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോഴും നമുക്ക് സാമർത്ഥ്യവും സമയവും ഉണ്ടെങ്കിൽ, സമർത്ഥരായ പ്രവർത്തകരുണ്ടെങ്കിൽ, അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യും. അതുകൊണ്ട് ഇത് CPM വർഷങ്ങളായി ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിനകത്ത് വേറെ രൂപത്തിലും വോട്ട് ഇതിനു മുമ്പ് ബാലറ്റ് ആയിരുന്നു. അതാണ് ശ്രീ സുധാകരൻ സൂചിപ്പിച്ചത്. 2 തരത്തിലുള്ള ബാലറ്റ് ഉണ്ട്. ഒന്ന്, ഉദ്യോഗസ്ഥന്മാർ വോട്ട് ചെയ്ത്
ആ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് പ്രത്യേകമാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1980 വരെ സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നതിൽ 90% ആളുകളും UDF ആളുകളായിരുന്നു. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം CPM നടത്തിയുള്ള അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായത് ചുമ്മാന്നുമല്ല, കഠിനമായ പരിശ്രമങ്ങൾ നടത്തി സർവീസ് മേഖലയിലെ പ്രധാനപ്പെട്ട യൂണിയനുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. NGO രംഗത്ത്, അധ്യാപക രംഗത്ത്, ഇലക്ട്രിസിറ്റി ബോർഡിൽ, ഇങ്ങനെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ അവരാളുകളെ ചേർക്കുകയും അവരുടെ സംഘടന മൂലപ്പെടുത്തുകയും അതിനുള്ളിൽ പാർട്ടി സംഘടന ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷം തെരഞ്ഞെടുപ്പിനെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കും. അതിൽ ഈ പറഞ്ഞ ബാലറ്റുകൾ അവരുടെ കൈവശം കിട്ടിക്കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടർ പട്ടിക, ആ വോട്ട് ചെയ്ത പേപ്പർ അവരുടെ കയ്യിലാണ് കിട്ടുന്നത്. അതിന് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആരായാലും ഇവരുമായി ബന്ധപ്പെട്ടവരാണ്. ആ പാർട്ടിപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഈ ബാലറ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ചെയ്ത് പാക്ക് ചെയ്ത ബാലറ്റ് പൊളിച്ചു നോക്കി അത് ഇടതു മുന്നണിക്കാണ് ചെയ്തതെങ്കിൽ അത് കുഴപ്പമില്ല, UDF ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് മായ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് അസാധുവാക്കാൻ ഏതെങ്കിലും ഒരു അടയാളം കൂടെ ചെയ്ത് അസാധുവാക്കാൻ ഒക്കെ കഴിയും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പാർട്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം നിങ്ങൾക്കറിയാം, അക്കാലത്ത് ഇതുപോലെ തന്നെ വോട്ടിംഗ് മെഷീൻ ആയിരുന്നില്ല. ആ വോട്ടിംഗ് മെഷീനിൽ ഇപ്പോൾ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ലക്ഷ്യത്തിലെത്താൻ വേണ്ടി വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കും. ഇപ്പൊ ലക്ഷം വീട് കോളനി ആവാം, മദ്യപാനികളാവാം, ജനാധിപത്യ മൂല്യങ്ങളുടെ വിലയറിയാത്തവരാവാം, 500 രൂപയോ 1000 രൂപയോ മദ്യമൊക്കെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ആ വോട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്ന ആളുകളുണ്ടാവും. അത് ഇപ്പോഴും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയുള്ള ആളുകളെ കണ്ട് അക്കാലം ചെയ്തിട്ടിരുന്നത്, അവര് ചെന്ന് വോട്ട് ചെയ്യാമെന്ന് പറയില്ല, അകത്ത് ചെന്ന് അവര് വിരലടയാളം പതിപ്പിച്ച് അകത്ത് കയറിയതിനു ശേഷം ബാലറ്റ് എടുത്ത് വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് അവർ കൊണ്ടുപോകും. പക്ഷെ അവിടെ വെച്ചത് മടക്കി പെട്ടിയിലിടത്തില്ല. അത് അവർ കൈവശം വെച്ച് പെട്ടിയിലിടുന്നതായി ഭാവിച്ചിട്ട് പുറത്തു കൊണ്ടുവന്ന് സഖാക്കളെ ഏൽപ്പിക്കും. അങ്ങനെ 3-4 ആളുകളുടെ വോട്ട് കിട്ടി കഴിയുമ്പോൾ ഒരു പ്രധാന പ്രവർത്തകൻ തന്റെ വോട്ട് രേഖപ്പെടുത്താൻ ചെല്ലുന്ന കൂട്ടത്തിൽ ഈ ചിഹ്നത്തിലും ഈ ബാലറ്റിലും വോട്ട് രേഖപ്പെടുത്തി ഇടും. കാരണം കറക്റ്റ് ആയിട്ടാണ്. അപ്പൊ പൈസ കൊടുക്കുന്ന ആളുകൾ വോട്ട് ചെയ്യുമോ എന്നുള്ള സംശയം ഉള്ളത് കൊണ്ട് അവരിൽ നിന്ന് നിങ്ങൾ ബാലറ്റ് വെളിയിൽ കൊണ്ടുതരാനാണ് പറയുന്നത്. ആ ബാലറ്റ് വെളിയിൽ കൊണ്ടു തരുമ്പോൾ അവർക്ക് ചിലപ്പോൾ മദ്യം കൊടുക്കും, ചിലപ്പോൾ 500 രൂപ കൊടുക്കും, ചിലപ്പോൾ 1000 രൂപ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് സ്നേഹത്തിനായിരിക്കും ചെയ്യുന്നത്. ഏതെങ്കിലും പ്രതിഫലം പറ്റിക്കൊണ്ട് അവർ ചെയ്യും. ഈ നിലയിൽ ചെയ്യുമായിരുന്നു. ആ സമ്പ്രദായം ഇപ്പൊ നടക്കത്തില്ല. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതോടുകൂടി അങ്ങനെ ബാലറ്റ് വെളിയിൽ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം CPM ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിലയിൽ 1 മുതൽ 5000 വരെ വോട്ട് ഒരു മണ്ഡലത്തിൽ CPM ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അത്ഭുതകരമായ കാര്യമല്ല, ഈ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ, കേരളത്തിലെ സമീപകാല ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതിന് ശേഷം മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ CPM തോക്കുന്നത്, ഇടതുമുന്നണി തോക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ 1980-കൾക്ക് ശേഷം ഏതാണ്ട് ഈ വോട്ടിംഗ് മെഷീൻ വരുന്നതിന് മുമ്പ് ഈ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ആ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുമുന്നണിയാണ് വിജയിച്ചിട്ടുള്ളത്. ആ ഇടതുമുന്നണി വിജയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരിൽ ഓരോ ബൂത്തിലും ഇത്ര വോട്ട് കള്ളവോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത് നടപ്പാക്കും. അപ്പോൾ അവിടെ ഒരു അസംബ്ലി മണ്ഡലത്തിലായിരിക്കും ഒരു ജില്ലയിൽ, ഉദാഹരണം നേമം, അല്ലെങ്കിൽ പുനലൂർ, അല്ലെങ്കിൽ ഹരിപ്പാട്, അല്ലെങ്കിൽ പറവൂർ, എവിടെ നടന്നാലും ആ ഇലക്ഷന്റെ അന്ന് രാവിലെ വെളുപ്പിന് 7 മണിക്ക് മുമ്പ് മറ്റ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു പഞ്ചായത്തിൽ 500 മുതൽ 1000 വരെയുള്ള പ്രവർത്തകര് ഓരോ പഞ്ചായത്തിലും വിന്യസിക്കും. അവർ ബൂത്തുകളിലേക്ക് പോകും. അവിടെയുള്ള പ്രാദേശിക പ്രവർത്തകരുമായിട്ട് ചേർന്ന് കള്ളവോട്ട് ചെയ്യാനും രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തി നിരുത്സാഹപ്പെടുത്താനും അവിടെ സംഘർഷം ഉണ്ടാക്കാനും ഒക്കെയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി കഴിയുമ്പോൾ അവരുടെ സർവാധിപത്യത്തിലേക്ക്, അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് മാറും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ വന്നതിന് ശേഷം ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കൂ. പ്രത്യേകിച്ച് ഈ പിണറായി സർക്കാരിന്റെ രണ്ടാം ഇതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർക്ക് കള്ളവോട്ട് അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതുകൊണ്ടാണ്. വളരെ ചെറിയ രൂപത്തിൽ ആളറിയാത്ത ചില വോട്ടുകൾ ചെയ്തു ഒഴിച്ചാൽ വ്യാപകമായി വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൃത്രിമ വോട്ട് ചെയ്യുക എന്നുള്ളത് CPM നേരത്തെ തന്നെ ഇടതുമുന്നണി പ്രവർത്തകർക്കും ഇടതുമുന്നണിയായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും പുതിയതായിട്ട് വരുന്നവർക്കും എല്ലാം അറിയാവുന്ന ഒരു സംഭവമാണ്. ഇത് സമർത്ഥമായി CPM ചെയ്തിരുന്നു. കോൺഗ്രസ്സുകാരും അത്ര സാമർത്ഥ്യത്തോടെ ചെയ്യാനുള്ള വശം അവർക്കുണ്ടായിരുന്നില്ല. അവര് ആ നിലയിൽ അത്ര പുണ്യവാളന്മാരാണ് എന്ന് ഞാൻ പറയുന്നില്ല.
എന്തായാലും അവർക്ക് അതിന് വശം ഉണ്ടായിരുന്നില്ല. അവരത് പിന്നെ ഇത്രമാത്രം ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. CPM-ന് ഈ കാര്യത്തിൽ പരിശീലനം നടത്തുകയും കായിക ബലമുള്ള പ്രവർത്തകര്, തൊഴിലാളികള്, ചുവട്ട് തൊഴിലാളികള്, യുവാക്കൾ ഇവരെല്ലാം ഇക്കാര്യത്തിൽ വിന്യസിക്കും. ഇതുകൂടാതെ അവർ എന്താ പറയുക, പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ കണ്ണൂർ ജില്ല, കേരളത്തിന്റെ ചില ജില്ലകളിലെ ചില മണ്ഡലങ്ങളിൽ അവർക്ക് ചില വാർഡുകളിൽ സമ്പൂർണമായും പാർട്ടിക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങൾ, അവിടെ 90 മുതൽ 98% വരെ വോട്ടുകൾ അവർ ചെയ്യും. എല്ലാ 100% വോട്ട് അവർ തന്നെ ചെയ്യും. കാരണം അവിടെ ഉദ്യോഗസ്ഥന്മാരായിട്ടിരിക്കുന്ന അവരാണ്. അതുപോലെ തന്നെ ഈ പ്രവർത്തകർ അവിടെയാണ്. അവിടെ എതിരാളിയായിട്ടുള്ള ആൾക്ക് അകത്ത് നിശബ്ദമായിട്ടിരിക്കാനാവും. കോൺഗ്രസിന്റെ ബൂത്ത് ആളുകളുണ്ടാവാം, അവർ നിശബ്ദമായിട്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അവരെന്നെ ചോദ്യം ചെയ്താൽ അകത്ത് കയറുന്ന പ്രവർത്തകർ എന്നെ ചോദ്യം ചെയ്യും, ഭീഷണിപ്പെടുത്തും, വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ ബൂത്തജനന്മാര് അവിടെ മൗനിയായിട്ടിരിക്കത്തേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടോടുകൂടി ഈ കാര്യങ്ങൾ അവര് കൃത്യമായി നിർവഹിക്കും. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് കൂടാതെയും ചെയ്യും. ഇപ്പൊ ചില പ്രദേശങ്ങളിൽ അവർ നിശ്ചയിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്താ പറയുന്നത്, അവര് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഒരു 2 മണിയൊക്കെ അവരുടെ വോട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സ്ഥലങ്ങളിൽ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കും. പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ടോ, വാർത്തകളിലൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ UDF-കാരെ ആക്രമിക്കും, ചിലർക്ക് നല്ലൊരു പരിക്കുണ്ടാവും, കൊല്ലത്തൊന്നുമില്ല നല്ലൊരു പരിക്കുണ്ടാവും, ചിലർക്ക് ബോംബെറിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ വാഹനങ്ങൾക്ക് കല്ലെറിയും, വാഹനങ്ങൾ തടയും. ഈ 3-4 കാര്യം ചെയ്തു കഴിയുമ്പോൾ അവിടെ പ്രശ്നമാണ് എന്ന് വിചാരിച്ച സമാധാനകാംക്ഷികളും പ്രായമുള്ള ചില ആളുകളും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അടിപിടിയാണ് എന്ന നിലയിൽ ഇവര് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവിടെ വോട്ടിംഗ് ശതമാനം കുറയും, പക്ഷെ CPM-ന്റെ പരമാവധി വോട്ടുകൾ കുറഞ്ഞിരിക്കും. ഇങ്ങനെ പാർട്ടി ജയിക്കാൻ വേണ്ടി 18 അടവും പൂഴിക്കടകവും പ്രയോഗിക്കുക എന്ന് പറയും. എല്ലാം ജയിക്കാൻ വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ളത് CPM-ന്റെ ഒരു പോളിസിയാണ്. അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള കാര്യത്തിൽ പാർട്ടി അത് എന്താ പറയുന്നത്, അപ്രഖ്യാപിതമായ ഒരു ഇതാണ്. പാർട്ടിയിലെ എല്ലാ പ്രവർത്തകർക്കും അറിയാവുന്നതാണ്, എല്ലാവരോടും അങ്ങനെ പറയുകയും ചെയ്യുന്ന കാര്യമാണ്. ഇതാണ് അവര് തെരഞ്ഞെടുപ്പ് രംഗത്ത് ചെയ്യുന്നത്. മറ്റേ പാർട്ടിക്ക് സമ്പൂർണ്ണ ആധിപത്യമുള്ള പാർട്ടി ഗ്രാമങ്ങൾ നിങ്ങൾക്കറിയാം. ആ പാർട്ടി ഗ്രാമങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ണൂർ, ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ലയിലാണ്. അതിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. പക്ഷെ അവിടെ നിങ്ങൾക്കറിയാം, ഇപ്പൊ മലപ്പട്ടം, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പ്രശ്നം ഉണ്ടായിട്ടുള്ള മലപ്പട്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ ചില പഞ്ചായത്തുകളുണ്ടങ്ങനെ. അവിടെ അവര് ആ പാർട്ടിയെ CPM മാത്രമാക്കി. CPI പോലും ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് CPM മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ ആക്കിയത് സ്വമേധയാ അങ്ങനെ ആയത്. കുറെ ആളുകൾ 10, 50, 60% വരെ അവരുടെ പരിശ്രമത്തിന്റെ ഫലമായി ജനങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭങ്ങൾ നടത്തി ജനകീയ കാര്യങ്ങളെല്ലാം ചെയ്ത് അവരുടെ കൂടെ ആക്കി. അതിനുശേഷം ഈ ബലം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെ പതുക്കെ ഇല്ലായ്മ ചെയ്യുകയും നിരോധിക്കുകയും അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും പാർട്ടിയിലൂടെ മാത്രം ഒറ്റ പാർട്ടി മതി, ഇവിടെ വേറൊരു പാർട്ടി വേണ്ട എന്ന അവരുടെ തീരുമാനത്തിന്റെ ഭാഗമായി മറ്റു പാർട്ടികൾ ദുർബലമായി പോയതാണ്. പക്ഷെ ഒരു നാട്ടിൽ അങ്ങനെ ആകാൻ പറ്റില്ല. ആകില്ല. ജനങ്ങൾക്ക് ഒരുപക്ഷെ ചില ആളുടെ മനസ്സിൽ കോൺഗ്രസിനോടോ BJP-യോടോ മറ്റു രാഷ്ട്രീയ പാർട്ടിയോടോ സ്നേഹം ഉണ്ടാവും. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അവിടെ പറ്റില്ല. കൂടി വെക്കുകയോ പാർട്ടി പ്രവർത്തനം നടത്തുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവര് മർദ്ദനം നടത്തും, ആക്രമിക്കും, ഭീഷണിപ്പെടുത്തും, ഇതൊക്കെ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ അവിടെയുള്ള പല പഞ്ചായത്തുകളിലും CPM-ന് മാത്രം സ്വാധീനമുള്ള പല പഞ്ചായത്തുകളിലും പഞ്ചായത്ത് ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കുക CPM ഇടതു മുന്നണിക്ക് മാത്രമേ നോമിനേഷൻ ഉണ്ടാവത്തുള്ളൂ. ഇനി അഥവാ ഏതെങ്കിലും ഒരാളെ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ, കൊടുത്തെന്നറിഞ്ഞാൽ ഇവർ രാവിലെ വീട്ടിൽ ചെയ്യും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി 2-3 ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വീട്ടിൽ ചെല്ലും. ഉദാഹരണം ദാമോദരൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലും, ചേട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോ ചേച്ചി വെളിയിൽ വന്നിട്ട് പറയാം, അദ്ദേഹത്തിന്റെ ഭാര്യ പറയും ഇല്ല, അങ്ങാടി പോയിരിക്കുകയാണ്. എന്നാ ഞങ്ങൾ വന്നിരുന്നു, അദ്ദേഹം ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ പോയിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു, അദ്ദേഹം പിൻവലിക്കാൻ പറയണം എന്നൊരാൾ പറയും. അപ്പൊ അദ്ദേഹം അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് ഭാര്യ പറയും. അപ്പൊ രണ്ടാമത്തെ ആള് പറയും, അല്ല ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് ചേട്ടനോട് പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ ചേച്ചി ഒരു കാര്യം കൂടെ ചെയ്യണം, ഒരു ഫോട്ടോ കൂടെ എടുത്ത് വെച്ചേക്കണം എന്ന് അടുത്ത് നിൽക്കുന്ന രണ്ടാമതൊരാൾ പറയും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ കൂടെ എടുത്ത് വെച്ചേക്കണം എന്ന് മൂന്നാമതൊരാൾ പറയും. അപ്പൊ ഈ രൂപത്തിൽ പലതരത്തിലുള്ള മാർഗങ്ങൾ ആണ്. ആദ്യം സമാധാനം പറയും, വേറൊരാളെ ഭീഷണിപ്പെടുത്തി പറയും, വേറൊരാൾ അതിനേക്കാൾ കടുത്ത ഭാഷയിൽ പറയും. ചുരുക്കി പറഞ്ഞാൽ നോമിനേഷനിൽ കൊടുത്ത് മത്സരിച്ചാൽ താൻ ജീവനോട് ഉണ്ടാവില്ല എന്ന് ഭാര്യയോടും മക്കളോടും പറയാന്നർത്ഥം. അപ്പൊ ഇവരുടെ പ്രഷർ കാലം
കാര്യം അദ്ദേഹം ഉറച്ചു നിന്നാൽ പോലും നോമിനേഷൻ പിൻവലിക്കും. കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് കേരളത്തിൽ നോമിനേഷൻ പിൻവലിക്കപ്പെടുന്ന, അല്ലെങ്കിൽ എതിരില്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കുന്നത് ഈ കേരളത്തിൽ മാത്രമാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് മലബാറിലെ, പ്രത്യേകിച്ച് കണ്ണൂരിലെ, കാസർഗോഡിലെയും ചില പഞ്ചായത്തുകളിലാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ പാർട്ടിയുടെ ഭയങ്കര സ്വാധീനം ഉള്ളത് കൊണ്ടല്ല, ഈ രൂപത്തിലുള്ള സംവിധാനം ഉപയോഗിക്കുന്നുണ്ടാണ്. അതുകൊണ്ട് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിലും ഇതേപോലെ തന്നെയാണ്. അവരെല്ലാവരും വോട്ട് ചെയ്യാൻ പോലില്ല. അവിടുത്തെ പ്രായമുള്ള ആളുകൾ, സ്ത്രീകൾ എല്ലാവരും വോട്ട് ചെയ്തില്ലെങ്കിലും അവിടുത്തെ പാർട്ടി പ്രവർത്തകർ ബാക്കി വോട്ട് അവർ ചെയ്തിരിക്കും. അത്തരം ഗ്രാമങ്ങളിൽ ഏതാണ്ട് 90% മേളിലാണ് വോട്ട് അവർ രേഖപ്പെടുത്തുന്നത്. അവിടെയെല്ലാം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ CPM-ന്റെ ആളുകളാണ്. അത് അല്ലാത്തവരാണെങ്കിലും അവരവിടെ നിശബ്ദമായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. കാരണം ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഒരു പാർട്ടിയുടെ അവസ്ഥ. കോൺഗ്രസ്സുകാര് സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, അവരീ പറയുന്നാൽ അവരിങ്ങനെ പരിതപിക്കുന്നു, നിലവിളിക്കുന്നു മാത്രമല്ല, ഇവരാരും മര്യാദക്കാരായിരുന്നില്ല. കോൺഗ്രസിന്റെ ശക്തിയുടെ പ്രതാപ കാലത്ത് ഇന്ത്യയിൽ ഇതാണ് 1971 ഇന്ദിരാഗാന്ധി അയാൾ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ശേഷൻ എന്ന് പറയുന്ന ആള് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് വരുന്നതിന് മുമ്പ് പഴയ മാധ്യമങ്ങൾ, അന്നത്തെ ദിനപത്രങ്ങളിൽ നോക്കിയാൽ, പഴയ വിഷ്വൽസ് എന്തെങ്കിലും ഉണ്ട് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, തെരഞ്ഞെടുപ്പ് ബാലറ്റ് പെട്ടികൾ തന്നെ അടിച്ചുകൊണ്ട് പോവായിരുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ. അതെല്ലാം കോൺഗ്രസ് ഭരണകാലത്താണ് വിവിധ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് അവര് പെട്ടിയോടെയാണ് കൊണ്ടുപോയിരുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ഈ രൂപത്തിലുള്ള കൃത്രിമമാണ് കാണിച്ചിരുന്നത്. 1972 ബംഗാളിൽ സിദ്ധാർത്ഥ ശങ്കറുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ഭരണം 77 വരെ ഇതേ രൂപത്തിലുള്ള ശുദ്ധ തെരഞ്ഞെടുപ്പ് അട്ടിമറിയും തെമ്മാടിത്തരവുമാണ് കാണിച്ചിട്ടുള്ളത്. കോൺഗ്രസ് കേരളത്തിൽ അവരിങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ, അവരുടെ കൈകളും എന്താ പറയുക ശുദ്ധമല്ല. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വ്യാപകമായിട്ട് ഈ കാര്യം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് സുധാകരൻ ഈ സത്യം വിളിച്ചു പറഞ്ഞു. ഇതിന്റെ അപകടം എത്രമാത്രം ആകുമെന്ന് അദ്ദേഹം തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അദ്ദേഹം അങ്ങനെ വിഴുങ്ങി പറയുന്ന ഒരാളല്ല. ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് നിശ്ചയിക്കുന്ന ഒരു ചരിത്രമുള്ള ആളുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മൂല്യബോധവും ശരിയായ നിലപാടുള്ള ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹം ഈ വന്ന വെല്ലുവിളിയെ അദ്ദേഹം നേരിടും എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും ജി സുധാകരന്റെ അഭിപ്രായം CPM-ന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നു. തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ അത് ഒരു കാലത്ത്, അല്ലെങ്കിൽ ഈ രാജൻ സാർ പറഞ്ഞതുപോലെ 89-ലൊക്കെ നടന്ന സംഭവമാണെങ്കിൽ കൂടി അത് CPM-ന് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാവുന്നു എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു സർ.